ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ നിയമിതനായി. മിഡിൽ ഈസ്റ്റിലെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർ ഷംഷീർ വയലിൽ നൽകിയ വലിയ സംഭാവനകളും അനുഭവ സമ്പത്തും പരിഗണിച്ചാണ് ലോക സാമ്പത്തിക ഫോറം അദ്ദേഹത്തെ ഈ പ്രമുഖ ആഗോള സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഫോറത്തിന്റെ സെന്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഇനിഷ്യേറ്റീവ് ഡിജിറ്റൽ ആരോഗ്യം, ഹെൽത്ത് ഡാറ്റ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI അധിഷ്ഠിത പുതിയ ചികിത്സാ മാതൃകകൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള ആഗോള പൊതു സ്വകാര്യ കൂട്ടായ്മയാണ്. ലോകമെമ്പാടും ഉത്തരവാദിത്വത്തോടെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ആരോഗ്യ മേഖലയിൽ എത്തിക്കുക എന്നതാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യം. ചീഫ് എക്സിക്യൂട്ടീവുകൾ, ആരോഗ്യ മന്ത്രിമാർ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ തലവന്മാർ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. മയോ ക്ലിനിക് സിഇഒ ജിയാൻഡ്രിക്കോ ഫറൂജിയ, മെട്രോണിക് സിഇഒ ജിയോഫ് മാർത്ത, ഫിലിപ്പ് സിഇഒ റോയ് ജേക്കബ്, സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ ഫഹദ് അൽ ജലാൽജൽ, ഗവി സിഇഒ ഡാനിയ നിഷ്കർ, അപ്പോളോ ഹോസ്പിറ്റൽസ് MD സുനിത റെഡ്ഡി തുടങ്ങിയ ലോകത്തെ പ്രമുഖർക്കൊപ്പമാണ് ഇനി ഡോക്ടർ ഷംഷീർ വയലിലും. കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ഷംഷീർ സംരംഭകൻ, നിക്ഷേപകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബുർജിൽ ഹോൾഡിംഗ്സ് AI സംയോജനം, സങ്കീർണ ചികിത്സകൾ, ക്ലിനിക്കൽ സാങ്കേതികവിദ്യകൾ എന്നിവയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ആരോഗ്യ രംഗത്തെ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ ക്ലിനിക്കൽ വൈദഗ്ധ്യം, സാങ്കേതികവിദ്യ, ഡാറ്റ എന്നിവ കൃത്യമായി സംയോജിപ്പിക്കണം. മാനുഷിക ലക്ഷ്യങ്ങളോടെ ഡിജിറ്റൽ ആരോഗ്യവും AI ഉപയോഗിക്കുമ്പോഴാണ് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകൂ എന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ പ്രതികരിച്ചു. ലോക സാമ്പത്തിക ഫോറം ഹെൽത്ത് സെന്റർ മേധാവി ഡോക്ടർ ശ്യാം ബിഷേൻ ഡോക്ടർ ഷംഷീറിന്റെ നിയമനം സ്വാഗതം ചെയ്തു. സുസ്ഥിര ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വലിയ കരുത്താകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 തുടങ്ങിയ ഈ പദ്ധതിയിൽ ഇപ്പോൾ 200-ലധികം ആഗോള സംഘടനകൾ അംഗങ്ങളാണ്. ഡാറ്റാ സഹകരണം, വെർച്വൽ ഹെൽത്ത്, AI നിയന്ത്രണങ്ങൾ എന്നിവയിലാണ് പ്രധാന ശ്രദ്ധ. ഈ ആഗോള ദൗത്യത്തിൽ UAEയും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഒരു മലയാളി ലോക ആരോഗ്യ നയങ്ങൾ രൂപപ്പെടുത്തുന്ന സമിതിയിൽ എത്തുന്നത് പ്രവാസി സമൂഹത്തിന് മുഴുവൻ അഭിമാന നിമിഷമാണ്.